ഹായ് ഫ്രണ്ട്സ്, രാത്രി ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ അമ്പലത്തേക്കാണ് പോണത്. ചിറക്കില അമ്പലത്തേക്കാണ് ഞങ്ങൾ പോണത്. മൂത്ത ചേച്ചിയും പിന്നെ മാളും തുണ്ടൊക്കെ ഉണ്ട്. ഞാൻ അവരൊക്കെ കാണിച്ചു തരാം. മാളു തുണ്ടു ഇപ്പൊ മാളുവിന്റെ തുണ്ടുവിന്റെ വിഷുക്കോടി ആട്ടാ ഞാൻ കാണിച്ചു തരാം. തുണ്ടു കിടുവാ. ഇത് തുണ്ടുവിന്റെ വിഷുക്കോടിയാണ് കേട്ടോ. അവളുടെ അച്ഛനും അമ്മയും എടുത്തു കൊടുത്തതാണ്. പിന്നെ മാളൂട്ടി പിന്നെ വിഷുക്കോടി അല്ല ഇട്ടത്, സാധാ ഒരു വട്ടുപാടിയാണ് ഇട്ടത്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ പോണത്. ഇനി നമുക്ക് ബസ്സിൽ കയറിയിട്ട് കാണാം. ഞങ്ങൾ അമ്പലത്തിൽ പോകും. അങ്ങനെ ബസ്സിലൊക്കെ ഞങ്ങളെല്ലാവരും ഇപ്പതേ ഞങ്ങൾ അമ്പലത്തിലൊക്കെ എത്തിയിട്ടോ. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൽ തന്നെ മീൻ പിടിക്കാനുള്ള മീൻ പിടിക്കാനുള്ള കുളമല്ല, കുളമൊക്കെ ഉണ്ട്. നമുക്ക് അമ്പലക്കുളം കാണാം. കുളം കാണിച്ചു കൊടുത്തത് അമ്മ അവിടെ. അമ്മ അമ്പലത്തിലൊക്കെ തൊഴാൻ പോയിട്ടുണ്ട്. ഞങ്ങളും തൊഴുതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഈ കുളം കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ സ്ഥലങ്ങൾ കാണാൻ. നല്ല തുണിയുടെ കാണാല്ലേ ചിച്ചു. അമ്പലം കാണിച്ചു കൊടുക്കാനേ നല്ല ഭംഗിയാട്ടെ. ഈ അമ്പലത്തിന്റെ ബാക്കൊക്കെ കാണാൻ നല്ലൊരു ഗ്രാമം എന്താ ഗ്രാമീണമായ സ്ഥലം എന്നാ പറയാൻ വന്ന്. പിന്നെ വേണ്ട വിചാരിച്ചു. കണ്ട ചുറ്റപ്പുറത്ത് വീട് ഒക്കെ ഉണ്ട്. അമ്പലം എന്തു രസാലരാതെ. നമ്മുടെ മാളു അമ്പലം ഇഷ്ടായ? അമ്പലത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. അതുകൊണ്ട് ബാക്കിലേക്ക് പോട്. ഇനി നമുക്ക് ഇതിന്റെ ഇയാളുടെ ബാക്കിലേക്കൊക്കെ പോവാട്ടോ. പോണതൊന്നും കണ്ട ആവശ്യമില്ല. ആൾക്കാര് കാണുന്നു. നമുക്ക് അപ്പുറത്ത് കുളം ഉണ്ട്. അപ്പൊ നമുക്ക് കുളമൊക്കെ കണ്ടിട്ട് വരാം. വയോ ആൾക്കാരുണ്ട്. ഒന്ന് ഇതാണ് ലൈറ്റിന്റെ എന്താ ഇവിടെ കൊറേ അടക്കിയാണ് കേട്ടാ. അടക്കിയുണ്ട്. പിന്നെ കുളമാണ് കുളം ഗൈസ്. കേട്ടോ മീൻ പിടിക്കാൻ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. നമുക്കൊന്ന് അത് കണ്ടിട്ട് വരാം. ഞാൻ കുറിയൊക്കെ തൊട്ടു കേട്ടോ അമ്പലത്തിൽ നിന്ന്. കറി തൊട്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടച്ച് ചെയ്യണം. കല്ലിനൊക്കെ അരച്ച് അത് ശരിയാ. അച്ചമ്മ ഉണ്ടാക്കും. എനിക്കൊന്നും വയ്യ മീനൊന്നും ഇറക്കിയായിരുന്നു. അച്ചമ്മയൊക്കെ മീൻ കൂട്ടാൻ വെറുതെ പുളിവെള്ളം വെച്ചിട്ട് അതിലിങ്ങനെ കുഴച്ചിങ്ങനെ തരുമ്പോണ്ടില്ല. എന്ത് ടേസ്റ്റ്.
ഗൈസ് അത് ചായക്കടയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് പണ്ട് കാലത്തെ ഇതൊക്കെ ഓർമ്മ വരാം. ഞാനൊരു സർവത്ത് കുടിക്കും. അവളുടെ അമ്മ ഒരു മസാല ബോണ്ടയും, അതായത് എൻ്റെ ചേച്ചി, ഇവിടെ പറയാം അവളുടെ അമ്മയാണോന്ന്. കളയരുതിട്ടാ. ലവ് 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 മാത്രം അത് കിട്ടിയില്ലേ. അപ്പൊ അങ്ങനത്തെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ ഗുരുവായൂർക്കാണ് പോണത്. ഇനി നേരെ ഗുരുവായൂർക്ക് പോകും. ഗുരുവായൂർക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിനിടയിൽ ഭയങ്കര തല്ലൂട്ടാട്ടോ ഇവിടെ. സ്ഥലം അടിപൊളിയല്ല, അമ്മ ഗ്രാമീണം. ഓരോ മാങ്ങകളൊക്കെ ഇങ്ങനെ നിലത്തിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ തുണ്ട് പറക്കിയത് കവറിലിടാണ്. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പണി നടക്കാണ് ഇവിടെ. ഇതാണ് ചിറക്കൽ കാളിദാസന്റെ വലിയൊരു സ്ഥലം. പക്ഷെ ആനേനെ കാണാനില്ല കേട്ടോ അവിടെ. ഇതൊരു മനയാണ്. ഇപ്പൊ ഞങ്ങളിത് ബസ് കാത്ത് ഇവിടെ നിക്കാട്ടോ. നിക്കല്ല, ഇരിക്കുക. ഇവര് കണ്ണിലാണ്ട് എപ്പോഴും വഴക്കാട്ടാ അമ്മയും മക്കളും. പിണങ്ങിയിരിക്കാട്ടാ നമ്മുടെ തൊണ്ട് തൊണ്ട്. നീ പെട്ടു. അത് ഇത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇല്ല, ഇത് ഒരാൾ പടങ്ങിട്ട്. അതെ, നേരെ ഞങ്ങളിവിടെ ഇരിക്കണം. ഇതുവരെ ബസ്സൊന്നും വന്നിട്ടില്ല. അഭിചാറിന്റെ കടയിലിരിക്കുക. അപ്പൊ അങ്ങനത്തെ ബസ് വന്നു കേട്ടോ. ഞാൻ ഗുരുവായൂർ എത്തിയിട്ട് കാണാം. അപ്പൊ ഞങ്ങളത് ചാവക്കാട് ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ഇനി ഗുരുവായൂർ വണ്ടി കയറണം. നേരിട്ടിട്ട് ഗുരുവായൂർക്ക് വണ്ടിയില്ല എന്ന് പറഞ്ഞ. അപ്പൊ ഞങ്ങള് ചാവക്കാട്, എന്റെ ചേച്ചി നോക്കണ്. ഇനി ഗുരുവായൂർ വണ്ടി കയറണവരെ ഈ വരി ചോറുണ്ണാൻ വേണ്ടിയിട്ടുള്ള വരിയാണ് കേട്ടോ. ഞങ്ങളൊരു 12:30 വന്നതാണ് വരിയിൽ നിൽക്കാൻ. പിന്നെ അവിടെ എത്തിയപ്പോൾ 2:30 ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ കുറേ വരിയുണ്ട്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കയറി മോളിൽ പോയിട്ട് മോളിൽ നിന്ന് അടിയിലേക്ക് അങ്ങനെയാണ് വരികളൊക്കെ കണ്ടത്. ഇതൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വരികളാണ് കേട്ടോ. ഒരുപാട് നേരം നടന്നു. ഇതിനൊക്കെ എത്രയാ ഉച്ചക്കൊക്കെ? 200 ചെറുത് 200, മറ്റേ 250.
ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പൊ അത് അമ്മ 2 രൂപ ഇടാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണേ. ഇടാതെ വേഗം പിടിച്ചോ. ആണോ? ടാപ്പ് 1 പൈസ ഇട്ടിട്ട് അത് 2 കൊണ്ട് നിർത്തി എന്താ ചെയ്യാ? എനിക്കറിഞ്ഞൂടാ ഇതിന്റെ ടെക്നിക്ക് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയില്ലേ. ശരി. ആ വെള്ളം വരുന്നു. അതന്നെ പിടിച്ച് ഞെക്കാം. തന്നെത്താൻ നിക്കില്ലേ? 1 ലിറ്റർ ഉണ്ട്. അയ്യോ കാരണം ഇത് നിന്നു ഭാഗ്യം. നോക്കട്ടെ, ഞാൻ വെള്ളം കുടിച്ചോട്ടെ. എങ്ങനെയുണ്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ്? എവിടേക്ക് പോണേ? അങ്ങനെ അത് തൊഴുത്തൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ബസ് കയറാൻ നിൽക്കാണ് വീട്ടിൽ പോവാൻ. എൻ്റെ അമ്മ വൈകി കാലത്ത് ഒരു 7:30 ഇറങ്ങിയതാ. സമയം ഇപ്പോൾ 3 ഹായ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ വീടെത്തി. ഭയങ്കര ക്ഷീണം കേട്ടോ. എല്ലാവരും ബസ്സിൽ കിടന്ന് ഉറങ്ങി. ഇനി വീട്ടിൽ പോയിട്ട് വേണ്ട ഉണ്ട്. അയ്യോ. അപ്പം ഇത്രയുള്ള കേസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ ബൈ. തുണ്ടു ബൈ പറഞ്ഞ. ബൈ.